ഭൗതികമായി എന്ത് നേട്ടമുണ്ടായാലും അവൻ്റെ വികാരത്തിലുണ്ടാകുന്ന ഈ കോട്ടമാണ് ശത്രുതയ്ക്ക് കാരണമായി തീരുന്നത്. ഇവിടെയാണ് ലൗകിക സന്യാസവും ആർഷ സന്യാസവും തമ്മിൽ അന്തരമുള്ളതാകുന്നത്. ലോകത്തെവിടെയും ആർഷ സന്യാസം പുലർത്തിയിട്ടുള്ള ഭാവാതീതന്മാരായ ആളുകൾ അവരോട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയവൻ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയും കൊടുത്ത അവർ താന്നു നിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തരാൻ, നിന്റെ അവകാശം നിനക്ക് തരാൻ അവസരമുണ്ടാക്കി തന്ന് എൻ്റെ നാഥനെ, എൻ്റെ പിതാവിനെ, എൻ്റെ ഈശ്വരനെ എനിക്ക് സേവിക്കുവാൻ അവസരമുണ്ടാക്കി തന്ന നീ ആ എൻ്റെ നാഥനാൽ, എൻ്റെ പിതാവിനാൽ, എൻ്റെ ഈശ്വരനാൽ നിയുക്തനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുകയാണ്. ഞാൻ ഒന്നും തരാൻ യോഗ്യനല്ല. എൻ്റെ അറിവും എൻ്റെ ചിന്തകളും എൻ്റേതെന്ന് നീ വിചാരിക്കുന്ന ധനവും ധാന്യങ്ങളും എല്ലാം അവിടുത്തെയാണ്. ഞാനിതൊന്നും ഇല്ലാത്തവനാണ്. അതുകൊണ്ട് അവിടുന്ന് നിന്നെ എൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. നിന്റെ രോഗങ്ങളെ മാറ്റാനോ നിന്റെ വേദനകളെ മാറ്റാനോ ഞാനല്ല യോഗ്യനാകുന്നത്, അവിടുന്നാണ്. അവിടുത്തോട് ഞാൻ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. നിനക്ക് അതിനൊരു മാധ്യമം വേണ്ടി വന്നപ്പോൾ അവിടുന്ന് കാണിച്ചു തന്ന മാധ്യമം എടുത്ത് നിന്റെ കയ്യിലേക്ക് തരിക മാത്രമാണ് ഞാൻ ചെയ്തത്. നീ എന്നോട് നന്ദിയുള്ളവനായിരിക്കരുത്. നീയും ഞാനും ഇനിയും ഒരിക്കൽ കണ്ടുമുട്ടും. അന്ന് അവിടുത്തെ തിരുമനസ്സിന് മുമ്പിൽ ഇതെല്ലാം വർണ്ണിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പറയട്ടെ, അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നീ ആത്മലോകങ്ങളിലൂടെ പോകുന്നത്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് സമാധാനം സ്ഥാപിക്കപ്പെടുന്നത്. ഭരണം സമാധാനത്തെ സ്ഥാപിക്കുന്നില്ല. സംഘടിത ശ്രമങ്ങളൊന്നും സമാധാനത്തെ സ്ഥാപിക്കുന്നില്ല. ജാതിയും കുലങ്ങളും ഒന്നും ലോകത്ത് സമാധാനത്തെ സ്ഥാപിക്കുന്നില്ല. സമാധാനത്തെ അറിവുള്ള വ്യക്തികൾ സ്ഥാപിച്ചിട്ട് പോകാറുണ്ട്. സമാധാനം സ്ഥാപിക്കുന്നവരാണ് ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള മക്കൾ. തൻ്റെ വാക്കുകൊണ്ട്,
തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ ചെറിയൊരു ചലനം കൊണ്ട് പോലും ലോകത്ത് സമാധാനം സ്ഥാപിക്കുക. അസമാധാനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ എത്തി അതിനെ വർദ്ധിപ്പിക്കുവാൻ തയ്യാറാകാതിരിക്കുക. എപ്പോഴും സമാധാനത്തിന് വഴിയെന്ത്? ഒരു രോഗിക്ക് അസമാധാനം ഉണ്ടാകുമ്പോൾ അയാളുടെ കുടുംബം മുഴുവൻ അസമാധാനമാവും. അയാളെ കാണുന്നവർക്ക് അസമാധാനമാവും. അതൊന്ന് ശമിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും. ഒരുവന് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ അസമാധാനമുണ്ടാവും. ആവശ്യങ്ങളും ദാരിദ്ര്യവും പൊരുത്തപ്പെടാതെ വരും. അതങ്ങ് നടന്നു കഴിഞ്ഞാൽ അവന് സമാധാനമാവും. അവൻ്റെ ചുറ്റുപാടുകൾ സമാധാനമാവും. അവൻ ഇടപെടുന്ന തലങ്ങൾ സമാധാനമുള്ളതാവും. തനിക്ക് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യുന്നത് താനും തൻ്റെ ചുറ്റുപാടുമുള്ളതും കൂടി അസമാധാനത്തിലാകുമെങ്കിൽ ചെയ്യുകയും അരുത്. മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ പോയി തൻ്റെ ചുറ്റുപാട് മുഴുവൻ അസമാധാനത്തിലാകരുത്. കാരണം സമാധാനമാണ് ലക്ഷ്യം. അപ്പൊ ഇതിനുള്ള ഭാവങ്ങളെ കൃത്യതയോടെ, അത് ഹൃദയത്തിൽ നിന്നാണ് വരിക. ഹൃദയപൂർവം ചെയ്യുമ്പോൾ പ്രമാണങ്ങളും വിപര്യങ്ങളും അകന്നു നിൽക്കണം. ഹൃദയം വിശുദ്ധമാകണം, വൃത്തികളില്ലാതാകണം. ഇപ്പൊ ഞാനോ നിങ്ങളോ ഓടിയൊരു പ്ലേഗ് ബാധിച്ചിടത്തേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രിക്കോഷനെ പറ്റി ആദ്യം ചിന്തിക്കും. പ്ലേഗ് നമുക്കൂടെ വന്നാലോ? നമ്മൾ പോവുകയില്ല, പ്ലേഗ് ബാധിക്കുകയും ചെയ്യും. കാരണം പ്ലേഗ് നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞു. മറ്റത് പോവുകയും ചെയ്യും, പ്ലേഗ് ബാധിക്കുകയുമില്ല, പ്ലേഗ് ഉള്ളവരുടെ പ്ലേഗ് പോവുകയും ചെയ്യും. കാരണം അവിടെ വിശ്വാസം ഇന്ദ്രിയങ്ങളോടല്ല, അവിടെ വിശ്വാസം ശബ്ദസ്പർശ രൂപരസഗന്ധാദികളോടല്ല, അവിടെ വിശ്വാസം തൻ്റെ പരിമിത ബുദ്ധിയോടല്ല, ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഭാവങ്ങളോടല്ല. ഇങ്ങനെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് അത്തരം ആചാര്യന്മാരുടെ കാലഘട്ടങ്ങളിൽ. പാമ്പാടി തിരുമേനിയെ പോലുള്ളവർ ജീവിക്കുമ്പോൾ ഒരു വീട് കത്തിയാൽ അത് കെടുത്താൻ ഫയർഫോഴ്സ് വരാൻ നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെറുപ്പക്കാർ ചാടിക്കറി കെടുത്തും, ഒരാൾക്കും അപകടവും വരില്ല. ഇന്ന് മുഴുവൻ കത്തിക്കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ ഫയർഫോഴ്സ് എത്തും. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പറയുന്നത് ഇതെത്താൻ താമസിക്കുന്നതുകൊണ്ട് എല്ലാ വീട്ടിലും ഫയർ ലൈൻ ഇട്ടോളാനാണ്, എന്നിട്ട് ഒരാളെ നിയമിച്ചോളാനാണ്. തീ കത്തുകില്ലാത്ത വസ്തുക്കളില്ല. വെള്ളവും തീ ഉണ്ടാക്കുന്നതാണ്, തീയിൽ നിന്നുണ്ടായതാണ്. ഒരളവിൽ കൂടുതൽ തീ വന്നാൽ വെള്ളം കൊണ്ടും കെടില്ല, വെള്ളം തന്നെ തീയായി മാറുകയാണ് ചെയ്യുക. അവിടെ അവരുടെ പ്രാർത്ഥന, അവരുടെ ഹൃദയവിശുദ്ധി, ഇതൊക്കെ വലിയൊരു കാരണമാണ്.
ഹൃദയവിശുദ്ധന്മാരായ ആളുകളുടെ സാന്നിധ്യം വരുമ്പോൾ തന്നെ അവരുടെ സങ്കല്പത്തിന് പ്രസക്തിയുണ്ടാകും. അതാണ് ആർഷ സന്യാസത്തിൽ ജഗത് ഹിതത്തിനു വേണ്ടിയുള്ള ഉയർച്ചയിൽ വന്നത്. ഏതാണ്ട് വൈദിക സന്യാസവും ആർഷ സന്യാസവും കലർന്ന് ഇന്ന് നാം നിൽക്കുന്നത് ലൗകിക സന്യാസത്തിൻ്റെ ഒരു ലോകത്താണ്. സമ്യക്കായി ത്യജിക്കുക എന്നാണ് സന്യാസത്തിൻ്റെ നിർവചനമെങ്കിലും ലൗകികത്തെ ത്യജിക്കാതെ നിലനിർത്തിക്കൊണ്ട് സന്യസിക്കുക. പല ആളുകളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ജനക മഹാരാജാവിനെ പോലുള്ള രാജാക്കന്മാർ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. അതായത് വിഷയങ്ങളിൽ നിന്ന് അത്യന്തം അകലെ പോയി ജീവിക്കുക, അതൊരു പദ്ധതിയാണ്. അങ്ങനെയാണ് പഴയ ആളുകൾ വനത്തിൽ പോയത്. വിഷയം കാണണ്ട, വിഷയം നമ്മളെ വലിക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ വലിക്കും. കുറേ നാൾ അതുമായി ഇടപഴകുമ്പോൾ എന്തായാലും കുറച്ച് താല്പര്യങ്ങൾ വരും. പതിവായ ഒരാൾ വെള്ളം ചൂടാക്കി തരുവോ, പതിവായ ഒരാൾ സേവ ചെയ്യുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് കുറച്ച് ദൂഷ്യങ്ങളുണ്ടെങ്കിലും അയാളെ നല്ലതായി മറ്റുള്ളവരോട് പറയേണ്ടി വരും. അത് നമ്മളോടുള്ള ബന്ധം കൊണ്ടാണ്. അത് നമുക്കറിയാൻ മേലാത്ത ദൂഷ്യമാണ് അയാൾക്ക് കിടക്കുന്നതെങ്കിൽ നമ്മൾ ആരോട് ഇയാളെ പ്രശംസിക്കുന്നുവോ അവന് ഈ ദൂഷ്യം അറിയാം. അവൻ കാണുന്നത് ഈ ദൂഷ്യമാണെങ്കിൽ ഈ ആചാര്യൻ പ്രശംസിച്ചത് ആ ദൂഷ്യത്തെയാണെന്ന് ധരിച്ച് ആ ദൂഷ്യം അവൻ അനുകരിക്കാൻ തുടങ്ങും. അതുവരെ അവന് ദൂഷ്യം ഉണ്ടായിരുന്നില്ല. നല്ല പോലെ മദ്യപിക്കുന്ന ഒരാള് ഉത്തമ ഭക്തനാണ് എന്ന് സ്വാമി പറഞ്ഞു. ഇതെൻ്റെ ശിഷ്യനാണ്, നല്ല ഭക്തനാണ്. അപ്പൊ കേട്ടോണ്ട് നിൽക്കുന്ന ആൾ ആലോചിച്ചു, ഇയാളുടെ ഭക്തി എന്താണ്? വെളുപ്പിനെ എഴുന്നേൽക്കുവോ? അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ശാസ്ത്രം വല്ലതും പഠിക്കുന്നുണ്ടോ? ഈശ്വരനാമം ജപിക്കുന്നുണ്ടോ? നോക്കിയപ്പോൾ ഇതൊന്നുമില്ല. സ്വാമിക്ക് സേവ ചെയ്യുന്നുണ്ട്, പറ്റിയാൽ പോയി ഷാപ്പിൽ പോയി കുടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ തീരുമാനിച്ചു ഈ ഭക്തി എന്ന് പറഞ്ഞാൽ മദ്യപിക്കുകയാണ്. അപ്പോൾ അവനും പോയി മദ്യപിക്കാൻ തുടങ്ങും. അതാണ് കുറേ കാലം കൊണ്ടുണ്ടാകുന്നത്. ഇത് വേണ്ട എന്നുള്ളവരാണ് വനത്തിലേക്ക് പോയത്. ലോകവുമായി ഇടപെട്ടാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. വേറെ ചിലരുണ്ട് ലോകത്തെ ജീവിക്കാൻ പറ്റുള്ളൂ, ലോകത്തുനിന്ന് ഒളിച്ചോടാനൊന്നും പറ്റില്ല. ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തെ ഈ വയ്യാവേലികളൊന്നും താൻ സ്വീകരിക്കേണ്ടതില്ല. ലോകം അജ്ഞാനം കൊണ്ട് അതൊക്കെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച് അവർ തൃപ്തരാകട്ടെ. ഈ ദർശനം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അവർ പലപ്പോഴായി കേട്ടത് എപ്പോഴെങ്കിലും അവരുടെ കോശങ്ങളിൽ അറിവായി തീർന്ന് അവർ നന്മയിലേക്ക് വന്നുകൊള്ളും. അതിന് വലിയ ബലം പിടിക്കുകയൊന്നും വേണ്ട. അങ്ങനെ ലൗകികതയുടെ അടുത്ത് ലൗകികമായി ഒന്നും അനുഭവിക്കാതെ ജീവിക്കുക, അങ്ങനൊരു പദ്ധതിയും പ്രാചീനർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തമന്മാരായ ഒട്ടേറെ ആചാര്യന്മാർ, ഭാരതീയരും അഭാരതീയരുമായ വ്യത്യസ്ത മതങ്ങളിലുള്ള ഭാവാതീതന്മാരായ ഒട്ടേറെ ആളുകൾ അങ്ങനെ ജീവിച്ചവരാണ്. അവരെ ചെന്ന് കണ്ട് അവരുടെ അനുഗ്രഹം തേടാൻ ചെല്ലുമ്പോഴൊക്കെ അവരനുഗ്രഹിക്കുന്നത് നീ നിന്റെ ദുർഗുണങ്ങളെല്ലാം കളഞ്ഞ് ഉത്തമമായ മാർഗത്തിലേക്ക് വന്നാലും എന്ന് അനുഗ്രഹിച്ചു. അവർ വേറൊരു കാര്യവും ചോദിക്കില്ല. കേട്ടുകഴിഞ്ഞാലാണ്
ബുദ്ധിമുട്ടാകുന്നത്. അവരുടെ നിശബ്ദതയിലാണ് പറയുന്നത്. അവരിങ്ങോട്ട് പറയിപ്പിക്കുകയില്ല അധികം. പറയുമ്പോഴാണ് രാഗവും ദ്വേഷവും ഒക്കെ വരുന്നത്. അതൊന്നും വരുത്താതെ ജീവിക്കുന്നവർ, ലോകത്തിൻ്റെ നടുക്ക് ലോകത്തെ പോലെ അല്ലാതെ. കാരണം വള്ളത്തിന് വെള്ളത്തിൽ മാത്രമേ ഓടാനാവൂ. സൂക്ഷിക്കേണ്ടത് വള്ളത്തിനകത്ത് വെള്ളം കയറാതിരിക്കാനാണ്. താനൊരു നൗക പോലെയാണ്. തന്നിൽ ഈ വെള്ളം കയറാൻ ഒരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ ജീവിക്കുന്നവർ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, അപേക്ഷാബുദ്ധിയിൽ. ചായ, കാപ്പി, മദ്യം, മാംസം, ഇങ്ങനെയുള്ളതൊക്കെ ലോകത്തുണ്ട്. അവർ ബുദ്ധിയിൽ അതെല്ലാം പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശമെന്ന പഞ്ചഭൂതമാണ് എന്ന് കൃത്യമായി അപഗ്രഥിച്ചിട്ട് ഭൂതപരിണാമം വരുത്തിയാണ് സ്വീകരിക്കുന്നത്. സാധാരണ കുടിയൻ മദ്യം കുടിക്കുന്നത് ലഹരിക്കാണ്, ബോധം പോകാനാണ്, മദ്യമായിട്ടാണ്. അവരും നിങ്ങളുടെ കൂടെ ഇരുന്ന് കുടിച്ചാൽ അവർക്കത് ലഹരിയില്ല. കാരണം അത് മദ്യമല്ലാതാകും അവരിലേക്ക് ചെല്ലുമ്പോൾ. ഒരാൾ മത്സ്യം കഴിക്കുന്നു, അപ്പുറത്തൊരാൾ മത്സ്യത്തിന് ജീവനുണ്ട്, ചലിക്കുന്നതാണ്, അത് തെറ്റാണ് കഴിക്കുന്നത്. അയാളുടെ വീട്ടിലെ തെങ്ങിൻ്റെ ചോട്ടിൽ തടമുണ്ടാക്കി അതിൽ മത്തി വാരിയിടുന്നു, മണ്ണിട്ട് മൂടുന്നു, അത് തേങ്ങയായി പറിക്കുന്നു. അയാൾ തിന്നതും മത്തി, ഇയാൾ തിന്നതും മത്തി. ആദ്യത്തെ ആൾ ഡയറക്റ്റായിട്ട് മത്തി തിന്നു, മറ്റേ ആൾ തേങ്ങയായിട്ട് മത്തി തിന്നു. മത്തിയും തേങ്ങയും പൃഥ്വ്വായു ആകാശങ്ങളാണ്, തേജോ വായു ആകാശങ്ങളാണ് എന്നറിയുന്നയാൾ മത്തിയായാലും തേങ്ങയായാലും ഏതായാലും മൗലികമായി ഈ ഘടകങ്ങളാണ് എന്ന് ബോധിച്ചിട്ട് തൻ്റെ ദൃഷ്ടി കൊണ്ട് അതിനെ പരിണമിപ്പിച്ച് കഴിക്കുന്നു. ലോകത്തിലെ ഉന്നതരായ ആചാര്യന്മാരെല്ലാം ഹിംസ നടത്താത്തവരാണ്. രക്തം ചുവക്കുന്നതോ ജീവനുള്ളതോ ആയ യാതൊന്നും ഞാൻ എൻ്റെ നാവിൽ വച്ചിട്ടില്ല, അതുകൊണ്ട് സ്വർഗരാജ്യം എനിക്കുള്ളതാണ്. കർത്താവ് ഈശോ മിശിഹയുടെ ശബ്ദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെ എല്ലാ ആചാര്യന്മാരും ആരുമായിക്കൊള്ളട്ടെ, അവർ അഹിംസാലുക്കളായിരുന്നു. അത് ബുദ്ധിയുടെ അപേക്ഷയിൽ, അപേക്ഷാബുദ്ധിയിൽ എന്നാണ് അതിന് പറയുക. ഇങ്ങനെ 3 തലത്തിലുണ്ടാവും ഇവർ സന്യാസം. അതുകൊണ്ട് നമ്മുടെ പരിമിത ബുദ്ധിയിൽ ഇവരെയെല്ലാം നമുക്ക് മനസ്സിലാകണമെന്നില്ല. പരിമിത ബുദ്ധി കളയുമ്പോഴാണ് നമുക്ക് അവരെയെല്ലാം ബോധ്യമാവുക. ഇപ്പൊ സന്യാസം അങ്ങനെ വളർന്ന് ലൗകികമായപ്പോൾ ഒട്ടേറെ സ്ഥാപനങ്ങളായി. ആദ്യമൊക്കെ ഈശ്വരാന്വേഷണം തോന്നുമ്പോഴാണ് സന്യസിച്ചത്. സ്ഥാപനങ്ങൾ വളർന്നപ്പോൾ എല്ലാ മതങ്ങൾക്കും ഇന്ന് സ്ഥാപനങ്ങൾ വളരെ കൂടുതലാണ്. സ്ഥാപനങ്ങളില്ലാതെ മതങ്ങൾ വളരില്ല. സ്ഥാപനങ്ങൾ വളരുന്നത് ഭരണത്തോട് ബന്ധപ്പെടുത്തിയാണ്.
പല കാര്യങ്ങൾക്കും ഭരണത്തിൻ്റെ സ്വാധീനവും അനിവാര്യമാണ്. നിയമനിർമ്മാണം മുതലായവ. ഇത്തരമൊരവസ്ഥയിൽ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ആള് വേണം. സ്ഥാപനം നടത്താൻ ഈശ്വരാന്വേഷണവും തപസ്സും ഇഷ്ടമുള്ളവനെ കൊണ്ട് പറ്റില്ല. പ്രേക്ഷിത പദം ഉപയോഗിച്ചാൽ ദൈവവിളിയുള്ളവനെ കൊണ്ട് പറ്റില്ല. എന്ന് തന്നെയല്ല, ദൈവവിളിയുള്ളവര് തടസ്സമാണ്. ഇത് സ്ഥാപനവൽക്കരണത്തിലെ വലിയൊരു നൂലാമാലയാണ്. അവരുടെ ഹൃദയം പലതിനോടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതാണ്. ഈശ്വരാന്വേഷണത്തിൽ അന്വേഷിച്ചു ചെന്ന് ലോകത്തെവിടെയും അവർ മതങ്ങളുടെ സ്ഥാപനവൽകൃത ലോകങ്ങളിലാണ് ചെന്നു ചേരുന്നത്. ജൈനനായാലും ബുദ്ധനായാലും ക്രൈസ്തവനായാലും ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും ആരാണെങ്കിലും ആദ്യം തനിക്ക് ഈശ്വരാന്വേഷണത്തിൻ്റെയും സത്യസാക്ഷാത്കാരത്തിൻ്റെയും ആഗ്രഹമുണ്ടാകുമ്പോൾ ചുറ്റുപാടുകളോട് ചോദിച്ചാൽ അവരെല്ലാം നയിക്കുന്നത് ഇന്നയാളിൻ്റെ അടുക്കൽ പോയാൽ അറിയാം. അപ്പോൾ ആ സംഘടിതമായ ആ ഒരു തലത്തിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ ഇന്നത് ചെയ്യ് എന്ന ഡയറക്ഷൻ കൊടുത്തു. അത് ചെയ്തു വരുമ്പോൾ ആദ്യം തന്നെ പൊരുത്തപ്പെടാൻ പറ്റായികയാണ് പലപ്പോഴും കാണുന്നത്. അതിലെ വഴക്കുകളും വക്കാണങ്ങളും ഇട്ടിട്ടിറങ്ങി ഓടാൻ പറ്റില്ല. കാരണം എന്നെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പലപ്പോഴും പോവുക. സ്ഥാപനം നിലനിൽക്കുന്നതിന് പല കാര്യങ്ങളും കൊണ്ടേ ഇത് നിലനിർത്താൻ പറ്റും. നിലനിൽക്കുന്നത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലുണ്ടാകുന്നത്. നിലനിൽക്കുന്നത് കൊണ്ടാണ് പലരുടെയും ദാരിദ്ര്യം തന്നെ ഇല്ലാതാകുന്നത്. അതതിൻ്റെ കാരുണ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. ഇതിലേതാണ് ശരി? ഇത് ലൗകിക സന്യാസത്തെ ഇന്ന് കുഴക്കുന്ന പ്രശ്നമാണ്. എവിടെയും ഇവിടെയാണ് സാധകൻ നല്ല ധൈര്യമുള്ളവനാകേണ്ടത്. അത് വാസനയുടെ ഒരു ലോകമാണ്. അത് ചെയ്യുന്നവനേക്കാൾ കഷ്ടമാണ്. അത് നോക്കിയിരുന്ന് അതിനെതിരെ നീങ്ങാൻ പോകുന്ന തൻ്റെ ബുദ്ധിയുടെ നില എന്ന് ആദ്യം തിരിച്ചറിയണം. കാരണം സാധകനാണ് ശാന്തി ആവശ്യമായിട്ട്. ഒരു സ്ഥാപനത്തിൽ ചെന്നു, അവിടെ ഇതൊക്കെയുണ്ട്. ഇതൊക്കെ കൊണ്ടേ ഇന്നത്തെ കാലത്ത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ വന്നത് അതിനല്ല. അവിടെ ഏതെല്ലാം കാര്യങ്ങൾ എൻ്റെ ശാന്തി കളയാതെ അതിൻ്റെ ഭരണവുമായി ബന്ധപ്പെടാതെ എനിക്ക് ചെയ്യാം. കുട്ടികളെ പഠിപ്പിക്കുന്നു, അവിടെ എനിക്ക് പ്രശ്നമില്ല, മറ്റത് നോക്കണ്ട. ഈ രീതിയിൽ കൃത്യമായി ഒരടുക്കുണ്ടാക്കും. ലൗകിക സന്യാസത്തിലേക്ക് വരുമ്പോൾ ഇതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞാൽ പടിയായി ആർഷ സന്യാസത്തിലേക്കോ വൈദിക സന്യാസത്തിലേക്കോ ഉയർന്ന വ്യക്തിക്ക് പോകാം. അല്ലെങ്കിൽ താൻ എന്തിനു തുടങ്ങിയോ അതിനു പകരം താൻ ഇറങ്ങി വന്ന ആത്മീയത തന്നെ തെറ്റാണെന്ന് വിമർശിച്ച് അവസാനിക്കാം.
അത്ര കണ്ട് വിപുലമാണ് ഇന്ന് ലോകത്തെവിടെയും ലൗകിക സന്യാസം. സ്ഥാപനം നിലനിർത്തേണ്ടതുകൊണ്ട് പലപ്പോഴും പല നിയമങ്ങളും പൊളിച്ചെഴുതേണ്ടി വരും. ഏത് മതത്തിലും അനുഷ്ഠാനങ്ങൾ മാറ്റിമറിക്കേണ്ടി വരും. നിഷ്ഠകൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇതിലുപരി പല ആഡംബരങ്ങളും അനുഭവിക്കേണ്ടി വരും, അനുവദിക്കേണ്ടിയും വരും. ലാളിത്യവും ദാരിദ്ര്യവും നഷ്ടമാവും. സ്വയം നിർമ്മിതമായ ദാരിദ്ര്യം, അച്ചടക്കം, ബ്രഹ്മചര്യം ഇതില്ലാതാവും. ഇതില്ലാതാകുമ്പോൾ മറ്റുള്ളവർ സന്യാസത്തെ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ്സായി കാണും. അതുകൊണ്ട് താല്പര്യമില്ലാത്തവരെ അങ്ങോട്ടയച്ചാൽ അത് കുടുംബത്തിന് ലാഭമാണെന്നും സമുദായത്തിന് ലാഭമാണെന്നും ഒക്കെ കാണുന്ന വ്യവസായികളും മറ്റും സന്യാസത്തിലേക്ക് പലരെയും കൊണ്ടെത്തിക്കും, മക്കളെ ഉൾപ്പെടെ. ലൗകിക സന്യാസം അങ്ങനെ വളരുന്ന ഒരു കാഴ്ചയിലാണ് നാം നിൽക്കുന്നത്. ആ ശോചനീയത അടുത്ത കാലഘട്ടത്തിലെങ്കിലും ഇല്ലാതാകട്ടെ. അതിന് ലോകമെമ്പാടുമുള്ള ഭാവാതീതന്മാരായ ആചാര്യന്മാർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവോപരി മരത്താലെ വന്ന പിഴ മരത്താൽ അകറ്റാൻ മരത്തിലേറിയ ക്രിസ്തു ആഹന്ത കുരിശിൽ തൻ പൂവൽമയി തറയ്ക്കപ്പെട്ടാകുലാത്മാവായി വാഴുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാനീശനോട് അപേക്ഷിക്കും നീ കടും കൈ ചെയ്തോർക്ക് മാപ്പ് നൽകുവാൻ മാത്രം. ദേവ, നിൻ മുറിവിൽ നിന്നിറ്റിറ്റു വീഴുന്നൊരി ജീവരക്തത്തിൻ കണികയും കാരുണീ നിറമ്പുണ്ട് ഈ സർവം സഹയിങ്കൽ ചാരു ചമ്പനിർപ്പുവായി തിരും ഭൂവിലും സ്വർഗത്തിലും എന്ന അപ്പൻ പാടിയ പോലെ നാളെ ആ സ്നേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യ പ്രശിഷ്യ പാരമ്പര്യമുള്ള നിങ്ങളുടെ സന്യാസം കൊണ്ട് പുതുജീവൻ വഹിച്ച് ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെയും മനുഷ്യനിൽ നിന്ന് അകലുന്ന ഈ കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യരടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വോദാരമായ ഉപവിയുടെ സ്നേഹത്തിൻ്റെ നാളുകൾക്ക് ആ വിശ്വാസവും ആ സ്മരണയും ശംഖധ്വനികളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തമോത്തമനായ അഭിവന്ദ്യ കുര്യോക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സമാധി കൊണ്ട് പവിത്രവും ഹൃദയാവർജകമായ ആ ജ്ഞാനത്തിൻ്റെ തരംഗങ്ങൾ പ്രവഹിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വരാൻ ഞാൻ പറഞ്ഞതിൽ നല്ലത് വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം ഒരു പക്ഷേ ആ മഹാനുഭാവന്റെ സങ്കല്പങ്ങളിൽ നിന്നായിരിക്കാം. ഞാൻ പറഞ്ഞതിലെ തെറ്റുകളെല്ലാം എൻ്റേത് മാത്രമാണ്. അവയ്ക്കുള്ള ഭർസനങ്ങൾ എന്നിൽ ഒതുക്കി നിർത്തുക. അവയിലെ നന്മകളെല്ലാം ആ സ്ഥലത്ത് വന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അതിനുള്ള ബഹുമാനങ്ങൾ ആ അഭിവന്ദ്യ പിതാവിനോടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരി ഓം.
1.25 മണിക്കൂർ കടന്നുപോയത് അറിയില്ല. ആരും ഉറങ്ങിയില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. സ്വാമിജി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് അതീവ ശാന്തമായ ഒരു സ്ഥലമാണല്ലോ എന്ന് അദ്ദേഹം അദ്ദേഹം ആദ്യമായിട്ട് അടുത്ത് വരുന്നതെന്ന് എനിക്കറിയാം. 2 മണിക്കൂർ വേണമെങ്കിൽ സംസാരിച്ചു കൊടുക്കും. ശേഷം ഒരു ചെറിയ പരിപാടികളൊക്കെ നേരത്തെ അറിയിച്ചിരുന്നു. സമയത്ത് തന്നെ അദ്ദേഹം അവസാനിപ്പിച്ചു. തിരികെ പാലക്കാടിന് പോവുകയാണ്. വിന്യാസത്തെപ്പറ്റി അതിൻ്റെ വഴികളെയും വഴിത്തിരിവുകളെയും വഴിത്തറ്റലുകളെയും ഒക്കെ കുറിച്ച് വിശദമായി നമ്മളോട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആചാര്യ കുലത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചു. ആചാര്യ പരമ്പരയുടെ ഒരു കല്യാണമാണ്. ഭാവാതീതവും വാദാതീതവുമായ സനാതനം എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നതോ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന പരമ്പരയുടെ കണ്ടിതാണ്. നമ്മളിവിടെ വന്നത് വലിയ പ്രസംഗം കേൾക്കാനല്ല, ഇങ്ങനെ ജീവിതത്തെ തൊട്ട് ഹൃദയങ്ങളെ തൊട്ട് സംസാരിക്കുന്നത് കേൾക്കാനാണ്. അദ്ദേഹം പല രൂപങ്ങളെക്കുറിച്ച് പറഞ്ഞു.